തൃശ്ശൂരിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടുണ്ട് വാൽപ്പാറ. അതിരപ്പള്ളി കാടും ചെറുതും വലുതുമായ കുറെ വെള്ളച്ചാട്ടങ്ങളും നല്ല രസമുള്ള റൂട്ടാണ്. ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ഈ വട്ടം. മുന്നേയും പോയിട്ടുണ്ടെങ്കിലും ഈ വട്ടം കുറച്ച് അഡ്വഞ്ചർ ആയിരുന്നു. ആ കാടിന്റെ മനോഹാരിതയൊക്കെ കണ്ടിങ്ങനെ പോകുന്ന വഴിക്ക് ദേ കിടക്കണു ഈ വട്ടത്തെ ട്രിപ്പ് കിടിലനാക്കിയ മുതൽ. കാര്യം ബിരിയാണിയാണെങ്കിലും ഒറ്റയ്ക്ക് കണ്ടാവൊന്നും ഭയക്കണം. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് വണ്ടി എടുക്കാന്ന് വെച്ചപ്പോൾ 4 സ്റ്റെപ്പ് ഇങ്ങോട്ട് വെച്ചത് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി തിരിച്ച് ഒരു ഒറ്റപ്പെട. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ മൂപ്പരാള് പോയപ്പോ ഞാൻ പതുക്കെ വീണ്ടും ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞെന്ന് വെച്ചപ്പോ 2 തിരി വിരിഞ്ഞപ്പോ ദേ നിക്കണ അടുത്തത്. മൂപ്പരാള് പിന്നെ നമ്മളെ കണ്ടില്ലേ, ഭാഗ്യം. ലെവൻ പോയ ഗ്യാപ്പിൽ ഞാൻ വണ്ടി എടുത്ത് നേരെ ഒരു പാലത്തില്. വണ്ടികളൊന്നും വേറെ ഇല്ലാത്ത കാരണം ഈ കാടിന്റെ സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വെള്ളമൊഴുക്കിന്റെ സൗണ്ട് ഒക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു ആ സ്ഥലം. ഈ റൂട്ട് പോകുമ്പോൾ മസ്റ്റ് ആയിട്ട് മൺസൂണിൽ തന്നെ പോകണം. അതുപോലെ രാവിലെ 6:30 ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ കയറണം. എന്നാൽ ഈ വ്യൂ ഒക്കെ കണ്ട് നല്ല എങ്ങ് നോക്കിയാലും കോടയായിരിക്കും. നല്ല രസമുള്ള വ്യൂ പോയിന്റ്സ് ഒക്കെ കണ്ട് ഷോളയാർ ഡാമിന്റെ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ആ റിസർവിയർ ഒക്കെ കണ്ട് പതുക്കെ അങ്ങ് വെച്ച് പിടിക്കാം. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുഡീസ് എന്ന് പറഞ്ഞ പുതിയ റൂട്ടിലൂടെയാണ് ഈ വട്ടം പോയത്. നല്ല കിടിലൻ വഴിയായിരുന്നു. നല്ല ലാൻഡ്സ്കേപ്പും ആളൊഴിഞ്ഞ വഴികളും കാട്ടുപോത്തും എല്ലാം ഉള്ള നല്ല ഭംഗിയുള്ള വഴികളായിരുന്നു. കാട്ടുപോത്തിനെ വീഡിയോ എടുക്കാൻ പോയ നേരത്ത് ഒരു അട്ടയും കടിച്ച്, അട്ടകടി കൊണ്ട് ചായയും കുടിച്ച് ഏതാ വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. നൈസ് ടീ സ്പോട്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്തോറും വീണ്ടും വീണ്ടും വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിന്റെ അയ്യരുളിയായിരുന്നു. ഒരു ലോഡ് വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് ആ മുടിസ് വഴി ഇങ്ങനെ നേരെ കൂഴാങ്കൽ റിവറിന്റെ അവിടേക്ക് പോവാന്നുള്ള റൂട്ടായിരുന്നു. അത് നൈസ് റൂട്ടായിരുന്നു കേട്ടോ. ആ നേരത്തുള്ള ആ വ്യൂവും ആ ഒരു ക്ലൈമറ്റും ഒക്കെ അടിപൊളിയായിരുന്നു. റിവറും ബാക്കി വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിലും തലനാറാണ് വാൽപ്പാറയുടെ മെയിൻ. പിന്നെ സമയം വേസ്റ്റ് ആക്കാതെ നേരെ തലനാറിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. തലനാർ ഒരു കംപ്ലീറ്റ് പ്രൈവറ്റ് ഏരിയ ആണ്. അവിടേക്ക് കയറണമെങ്കിൽ എൻട്രി ഫീസ് ഉണ്ട്. അതുപോലെ ഡ്രോൺ പറത്താൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുറെ നിബന്ധനകളൊക്കെ ഉള്ള സ്ഥലമാണ് തലനാർ. കഴിഞ്ഞ 2 വട്ടം പോയിട്ട് അവിടെ കയറിയില്ല. ഓരോ വട്ടം ഓരോ റേറ്റ് ആണ് അവർ പറയാ. ഈ വട്ടം വണ്ടിക്ക് 50ഉം ആൾക്ക് 20ഉം അങ്ങനെ 70 രൂപ കൊടുത്ത് തലനാറിലെത്തി. തലനാറിന്റെ വ്യൂ കണ്ടോ, അതങ്ങനെ വീഡിയോയിൽ കാണുന്നേക്കാൾ ഭംഗിയാണ് നേരിട്ട് കാണാൻ. അമേസിങ് സ്പേസ് ആയിരുന്നു അത്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അധികം ഒച്ചയും ബഹളൊന്നും ഇല്ലാത്ത അടിപൊളി സ്പോട്ട്. അതങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഡ്രോൺ ഉണ്ടെങ്കിലേ നല്ല കിടിലൻ വീഡിയോ എടുക്കാറുണ്ട്. പക്ഷെ അവിടെ ഡ്രോൺ പറത്താൻ പറ്റില്ല. ഇനി നേരെ വീട്. 40 ഹെയർ പിന്നെ ഒറ്റക്കൈ കൊണ്ട് വണ്ടി ഓടിച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം ആ വീഡിയോ പകർത്തുന്നില്ല. അതൊരു കിടിലൻ റൈഡാണ്. നിങ്ങൾ തന്നെ ഓടിച്ചു നോക്കിയിട്ട് പറ. ശരി എന്നാ.